സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വോയിഡ് സെഞ്ചുറി എന്തായിരുന്നു നടന്നിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും നമ്മുടെ ജോയ് ബോയ് ഡിഫീറ്റ് ആയിട്ടുണ്ടാവുക, അതുപോലെ തന്നെ ഇമൂസമ ആരാണ്, ഇമൂസമയുടെ ഐഡൻറ്റിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ തിയറീസും ഈ തിയറീസൊക്കെ മിക്സ് ചെയ്ത് നമ്മളൊരു തിയറി ഉണ്ടാക്കി ആ തിയറി ചിലപ്പോൾ സത്യമാവോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നമ്മുടെ 30 ഡേയ്സ് ചാലഞ്ചിനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 30 ഡേയ്സ് ചാലഞ്ചിൻ്റെ 9th ഡേ ആണ് ഇന്ന്. 30 ദിവസം കൊണ്ട് 10K എന്നതാണ് നമ്മുടെ ടാർഗറ്റ്. ഇപ്പം നമ്മുടെ ചാനലിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനധികം പറഞ്ഞു വേർപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഈ തിയറി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജോയ് ബോയിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇമൂസമേനെ 20 കിങ്ഡംസ് ഒരു റിച്വൽ വഴി സമൺ ചെയ്തിട്ടുള്ള ഒരു ക്രീച്ചർ അല്ലെങ്കിൽ ഒരു ഡീമൺ ആണെന്നാണ് ഈ തിയറി പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഈ ഡീമണ് നമ്മുടെ ഒരാളുടെ ബോഡി സ്വീകരിക്കുകയും അയാളെ കൺട്രോൾ ചെയ്യുകയും ചെയ്തെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഇമൂസമ നമ്മുടെ ജോയ് ബോയിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ ഇമൂസമയുടെ കൂടെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ഇപ്പോൾ 5 എൽഡേഴ്സിനുള്ളത് പോലെയുള്ള പവേഴ്സ് നമ്മുടെ ഇമൂസമ ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ജോയ് ബോയിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ചീപ്പ് ട്രിക്സും നമ്മുടെ ഇമൂസമ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഏൻഷ്യൻ വെപ്പണ് നമ്മുടെ ഇമൂസമയ്ക്ക് നമ്മുടെ ജോയ് ബോയുമായിട്ടുള്ള ഫൈറ്റിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. എന്താണെന്ന് വെച്ചാൽ ഏൻഷ്യൻ വെപ്പൺ വളരെ പവർഫുള്ളാണെന്ന് നമ്മൾ ഇവിടെ പറയുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ ഇമൂസമയുടെ പവേഴ്സ് കണ്ടത് വെച്ച് നോക്കുമ്പോൾ അത്ര ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പവറൊന്നും നമ്മുടെ ഇമൂസമയ്ക്ക് ഇതുവരെ കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇമൂസമയുടെ ഏറ്റവും നല്ല പവർ ഈ ഡോമി റിവേഴ്സി ആണെന്നാണ്. പക്ഷേ ഡോമി റിവേഴ്സി വെച്ച് തൻ്റെ അലൈസിനെ കൺട്രോൾ ആക്കിയാലും ജോയ് ബോയിനെ ഡിഫീറ്റ് ചെയ്യാൻ മാത്രം പവറുള്ള ആരും നമ്മുടെ ജോയ് ബോയുടെ ക്രൂലും ഉണ്ടാവില്ല, ഇമൂസമയുടെ സൈഡിലും ഇല്ല. സോ നമ്മുടെ ഇമൂസമയ്ക്ക് നമ്മുടെ ജോയ് ബോയിനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ ഏൻഷ്യൻ വെപ്പൻ്റെ പവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു ഡയറക്റ്റ് ഫൈറ്റിൽ നമ്മുടെ ഇമൂന് ജോയ് ബോയിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഗ്ഗെട്ട് കണ്ടിട്ടുണ്ട്, നമ്മുടെ ജോയ് ബോയുടെ ഒരു ഹാക്കി ബ്ലാസ്റ്റ് തന്നെ നമ്മുടെ ഇമൂസമേനെ മുട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ജോയ് ബോയുടെ കൂടെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ എന്തായാലും നമ്മുടെ ഇമൂസമയ്ക്ക് പറ്റില്ല. പിന്നെ നമ്മുടെ ജോയ് ബോയിനെ എങ്ങനെയായിരിക്കും നമ്മുടെ ഇമൂസമ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഇതിനെപ്പറ്റിയും നമ്മുടെ ഇൻ്റർനെറ്റിൽ ഒരു തിയറി ഉണ്ട്. ആ തിയറി വെച്ച് നോക്കുമ്പോൾ അത് സത്യമാവാനും ചാൻസ് ഉണ്ട്. നമുക്കെല്ലാവർക്കും ആനീസ് ലോബി അറിയാം. ആനീസ് ലോബിയിൽ ഒരു വലിയ ഹോൾ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആ ഒരു ഹോളിന് കാരണം ഒരു ഏൻഷ്യൻ വെപ്പണാണ്. പക്ഷേങ്കിൽ നമ്മുടെ ലുനീഷ്യയിൽ നടന്നതുപോലെ വലിയൊരു ഹോള് മാത്രമല്ല, അതിൻ്റെ നടുവിലായിട്ടൊരു ഐലൻഡും ഉണ്ട്. ആ ഒരു ഐലൻഡ് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ കാരണം നമ്മുടെ ജോയ് ബോയ് ആണെന്നാണ് പലരും പറയുന്നത്. കാരണം ആ ഒരു ഐലൻഡിൽ നമ്മുടെ ജോയ് ബോയുടെ ആരൊക്കെയുള്ള സമയത്ത് അല്ലെങ്കിൽ ജനങ്ങളുള്ള സമയത്ത് നമ്മുടെ ഇമൂസമ അവിടെ യുറാനസ് യൂസ് ചെയ്യുകയും അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോയ് ബോയ് തൻ്റെ ബോഡി സ്ട്രെച്ച് ചെയ്ത് ആ ഒരു ഐലൻഡ് മുഴുവനായിട്ട് കവർ ചെയ്തു. പക്ഷേങ്കിൽ അതിനുശേഷം നമ്മുടെ ഏൻഷ്യൻ വെപ്പണിൽ നിന്നുള്ള അറ്റാക്ക് കൊണ്ടിട്ട് നമ്മുടെ ജോയ് ബോയ് വളരെ അധികം ഇഞ്ചേർഡ് ആകുകയും അതിൽ നിന്ന് റിക്കവർ ആകുന്നതിന് മുമ്പ് നമ്മുടെ ഇമൂസമ നമ്മുടെ ജോയ് ബോയിനെ അവിടെ വെച്ച് ഇല്ലാതാക്കുകയും ചെയ്തെന്നാണ് ഈ തിയറി പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് അവിടെ ഒരിക്കലും രാത്രി ആവാത്തതെന്നും പലരും പറയുന്നത്. സൺഗോഡ് അവിടെ വെച്ചാണ് മരിച്ചത്, അതാണ് ഇതിന് കാരണമെന്ന് പലരും പറയുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ തിയറി സത്യമാവാൻ ചാൻസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ തിയറിയൊക്കെ കൂട്ടി വെച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഈ തിയറി ഒരു പൊട്ട തിയറി ആണോ എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനി മുതൽ നമ്മുടെ ചാനലിൽ നല്ല രീതിക്കുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റീസിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു മറ്റൊരു കാണുന്നവരെ ബൈ ബൈ.